അതിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളല്ല. ഇങ്ങനെ ഷോജിൻ്റെ അവരുടെ ഒരു കഥ പറയുന്ന എൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ പറയുന്നത് പ്രചോദനം. എന്താ നെഗറ്റീവോ തോന്നുന്നു ഇതുപോലെ ഒരു കുഞ്ഞിനെ വെച്ച് വേറെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറേ പേര് ഇങ്ങനെ അങ്ങനെ ഇരുന്നിരുന്ന ഓരോരുത്തർ നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ധൈര്യവും പ്രതീക്ഷയും നിറഞ്ഞ ഹൃദയങ്ങൾ, നിഷ്കളങ്കമായ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ദിനങ്ങൾ. ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് വീഡിയോസ് കാര്യം പോയി മേടിച്ചാണ്. എന്താണ് അത് ഞാൻ ഹലോ നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണൻകുട്ടിയും ഞാനും കല്യാണി ഉണ്ട്. ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും കല്യാണി ഉണ്ട് വീട്ടിൽ. അവൾക്ക് എക്സാം തുടങ്ങി കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. പക്ഷെ ഒരുപാട് ഗ്യാപ്പിലാണ് എക്സാം പോകുന്നതേ. പിന്നെ അടുത്ത ആഴ്ച കഴിയുള്ളൂ, അടുത്ത ബുധനാഴ്ച എക്സാം കഴിയുള്ളൂ. അപ്പോൾ അത് കാരണം കല്യാണിക്കുട്ടി വീട്ടിലുണ്ട്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഞാനിപ്പോൾ രാവിലെ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, തൈലൊക്കെ കാലിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ തലയിലിടുന്നതും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കാലിലാണ് കൂടുതലും ഇട്ട് കൊടുക്കാറുള്ളത്. ഞാൻ നെഞ്ചിൻ്റെ ഭാഗത്തേക്കൊന്നും അങ്ങനെ എണ്ണയും തൈലമൊന്നും അടുപ്പിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കുറുങ്ങുന്ന പോലൊരു സൗണ്ടും പിന്നെ നമ്മുടെ മൂക്കിൻ്റെ ഞാൻ അന്ന് പറഞ്ഞതുപോലെയുള്ള അഡ്നോയിഡിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം നെഞ്ചിൻ്റെ ഭാഗത്തേക്കൊന്നും തീരെ എണ്ണയും തൈലമൊന്നും ഞാൻ അടുപ്പിക്കാറില്ല. തൈലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കാലിൽ അല്ലെങ്കിൽ കയ്യിൽ അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവനെ എണ്ണയും തൈലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അവന് ചെറിയൊരു വലിവ് പോലെയും ബോഡിയിലൊരു ടെമ്പറേച്ചർ പോലെയൊക്കെ അങ്ങനെയൊക്കെ ആൾക്ക് ചെറിയൊരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇനി എണ്ണയൊക്കെ തൈലൊക്കെ ഇട്ടിട്ട് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം ഷീറ്റിലൊക്കെ എണ്ണയും തൈലൊക്കെ ഇട്ട് കിടത്തി ഒരു മസാജൊക്കെ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സാധാരണ ബേബി ഓയിൽ ഉണ്ടല്ലോ, ഹിമാലയയുടെ ബേബി ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യമേ കാലൊക്കെ നമ്മൾ ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്ത് ലൂസാക്കി കൊണ്ടുവരുന്നത് 1-2 ദിവസം മുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ആദ്യം ടൈറ്റ് ആവും. അപ്പോൾ നമുക്ക് എണ്ണയും കുഴമ്പൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. സിറ്റുവേഷൻ അങ്ങനെയാണ്. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് ടൈറ്റ് ആവാതിരിക്കാനായിട്ട് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും മസാജൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബോഡിയിൽ വെറുതെ മസാജ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ലോഷനോ ഓയിലോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് കുളി കഴിയുമ്പോൾ കണ്ണൻകുട്ടീനെ ഞാൻ ഇപ്പോഴും കുഞ്ഞാവയുടെ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ബേബി സോപ്പൊക്കെ തന്നെയാണ് അവന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയയുടെ സോപ്പും പൗഡറും അതുപോലെ ഓയിലൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. മിക്ക കുട്ടികൾക്കും ഇപ്പോൾ നോർമൽ സാധാരണ കുഞ്ഞുങ്ങളാണെങ്കിലും പാമ്പറൊക്കെ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവിടെ പൊട്ടലുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ണനെ സത്യം പറഞ്ഞ ഒരു 7-8 വയസ്സ് വരെ ഒന്നും അവന് പാമ്പേഴ്സ് ഡെയിലി ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ, ഡയപ്പർ. കാരണം നമുക്കത് മുതലിക്കില്ല. പിന്നെ അവനിപ്പോൾ അത് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു തോന്നലും ഉണ്ട്. നമുക്ക് ഡെയിലി വീട്ടിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപാട് വാങ്ങി കൂട്ടണ്ടേ. അപ്പോൾ ഇതിനൊക്കെ നല്ല പൈസയാണല്ലോ. അപ്പോൾ അതൊരു കാരണമായിരുന്നു. പിന്നെ അവന് ഇറിറ്റേഷൻ ഉണ്ടാവുമോ എന്നുള്ളതൊരു കാരണമായിരുന്നു. അപ്പം ഞാനൊരു 7-8 വയസ്സ് വരെയൊക്കെ അവന് ട്രൗസർ തന്നെയാണ് വീട്ടിലിട്ട് കൊടുക്കുക, ഷീറ്റ് ഇട്ടിട്ട് അതിൽ തുണി വിരിച്ചിട്ട് അങ്ങനെയൊക്കെ കെടുത്തും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷനാണെങ്കിലും യൂറിനാണെങ്കിലൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ മാറ്റി കഴുകി ആദ്യം അങ്ങനെയൊക്കെ ആകുമ്പോഴേ പിന്നെ അവൻ വലുതായി തുടങ്ങിയതിനിടയിൽ അവൻ്റെ കാലിലൊരു സർജറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മസിൽ ലൂസാക്കുന്നതൊക്കെ. അപ്പോൾ ആ സർജറിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് പാമ്പേഴ്സ് തന്നെ യൂസ് ചെയ്യണം, അവിടെ സ്റ്റിച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അവന് വീട്ടിലും പാമ്പേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോ പ്രാവശ്യം യൂറിൻ പോകുമ്പോഴാണെങ്കിലും മോഷനാണെങ്കിലും പോകുമ്പോഴാണെങ്കിലും ഒക്കെ കൊണ്ടുപോയി എടുത്ത് വാഷ് ചെയ്യാമെന്നൊക്കെ ഉള്ളത് ആൾ വലുതായി ആണല്ലോ വരുന്നത്. അപ്പം പിന്നെ അവനും ഇത് തന്നെയാണ് കംഫർട്ടബിൾ. അപ്പം പിന്നെ നമ്മൾ പാമ്പേഴ്സ് ഒരുപാട് വാങ്ങണം എന്നുള്ളത് അത് നമുക്ക് എന്തായാലും അവന് അത് അത്യാവശ്യമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ അവന് ഇപ്പോഴും അതെ കേട്ടോ, പാമ്പേഴ്സ് തന്നെയാണ് അവന് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ സെബാമെഡിൻ്റെ ഒരു ക്രീം അവിടെ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ പാമ്പേഴ്സ് ഇടുന്നതിന് മുൻപ്. അപ്പോൾ അത് ഇത്തിരി കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ എലാസ്റ്റിക് വരുന്ന ഭാഗത്ത് ചെറിയൊരു കളർ ചേഞ്ച് പോലെയൊക്കെ ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ സെബാമെഡിൻ്റെ ക്രീം അവിടെ പുരട്ടി കൊടുക്കുമ്പോഴേക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ അതിന് ഭയങ്കര വിലയാണ് കേട്ടോ, ഭയങ്കര റേറ്റാണ് അതിന്. അപ്പോൾ എന്നാലും ഞാനത് അവിടെ മാത്രം. പിന്നെ ബോഡിയിലൊക്കെ ഹിമാലയയുടെ ഓയിലൊക്കെ ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഹിമാലയയുടെ ഓയിൽ തന്നെ വെച്ചിട്ട് ഞാൻ കാല് വെറുതെ ഒന്ന് മസാജ് ചെയ്തിട്ട്
കലക്കൊന്നകത്തിലും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും, ടൈറ്റായിട്ട് പോവാതിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വയ്യായ്കളും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് നല്ല ഉച്ച നേരത്തെ വെയിലൊക്കെ വരില്ലേ, ആ സമയത്ത് ബോഡിയിൽ ആ ഒരു ചൂട് പോലെ ഇപ്പോഴും തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, മൊത്തത്തിൽ ആൾ ഹാപ്പിയാണ്, ഓക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉഷാറക്കുറവെന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയാട്ടോ. അപ്പം അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രമുള്ളൊരു വയ്യായി അവനില്ല. നമുക്ക് നോക്കുമ്പോൾ ആൾ ചിലപ്പോൾ അത് ഈ ചൂടിൻ്റെ തന്നെ ആവാനാണ് ചാൻസ്, അല്ലാതെ വേറെ പറയത്തക്ക ഒരു കഫക്കെട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മൂക്കിന് വലുതായിട്ട് ഞാൻ ജൂബിലി കൊണ്ടുവരുന്നു. അപ്പോൾ അധികമാവുന്നതിൽ മുൻപ് നമുക്ക് കാണിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ മൂക്കിൻ്റെ അവിടെ നിന്നാണ് ആ സൗണ്ട് വരുന്നത്, അല്ലാതെ കഫത്തിൻ്റേത് ഒന്നും ചെസ്റ്റിലൊന്നും കാണുന്നില്ല. അവർ പരിശോധിച്ച് നോക്കിയപ്പോൾ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല, ചെസ്റ്റിലേക്ക് അതൊന്നും വന്നിട്ടില്ല. പക്ഷേ മൂക്കിൻ്റെ അവിടെ നിന്ന് ആ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രശ്നമില്ല, നെബുലൈസ് ചെയ്യുക, മൂക്കിലൊഴിക്കുന്ന സ്പ്രേ തന്നെ കണ്ടിന്യൂ ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇനി ആദ്യം ഇത് മാത്രമാണല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പ്രശ്നമില്ല. എന്നാൽ ചില നേരത്തെ ആളിങ്ങനെ ആകെ ഡള്ളായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം. കാരണം അവനെപ്പോഴും സന്തോഷത്തോടു കൂടെ ചിരിച്ച് കളിച്ചിരിക്കുന്ന വാവയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആളൊന്ന് മൂഡ് ഓഫ് ആകുമ്പോൾ പോലും നമുക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഞാൻ എത്രയൊക്കെ എക്സസൈസ് ചെയ്യാനിരുന്നാലും ആൾക്കൊരു പ്രശ്നമില്ല കേട്ടോ. പക്ഷേ തെറാപ്പിസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ദേഷ്യ, ഞാൻ എന്തൊക്കെ ചെയ്താലും അവൻ ചിരിച്ചിരിക്കുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ കുറേ പേർ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ഇടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗ്യാപ്പുകൾ വരാറുണ്ടെങ്കിലും ഇപ്പോൾ റെഗുലറായിട്ട് ഡെയിലി വീഡിയോസ് അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലായാലും വീഡിയോസൊക്കെ ഇട്ട് പോകുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ വയ്യാത്തത് കൊണ്ടാണോ, കണ്ണന് വയ്യാത്തത് കൊണ്ടാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഞാനിങ്ങനെ 2-3 ദിവസം ഗ്യാപ്പിൽ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞതിനിടയിൽ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനൽ നമുക്ക് വേണ്ട, ഒരു എന്താ പറയുക, നമ്മൾ ഒരുപാട് സമയവും പോവും. ഇതൊരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സമയമാണ് എനിക്ക് പോകുന്നത്. ഞാൻ ഈ വോയിസ് കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും തന്നെ എനിക്ക് ഇന്നാളെ ഒരു 30 മിനിറ്റുള്ള വീഡിയോ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടാണ് വീഡിയോസുകൾ എടുക്കുന്നതും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ടൈം നമുക്ക് പോകുന്നുണ്ട്. ഒരു 3 മണിക്കൂറൊക്കെ എനിക്ക് എഡിറ്റിങ്ങിന് മാത്രം പോയി. എന്നിട്ട് അത് വീഡിയോ ആണെങ്കിൽ കയറുന്നതും 2K ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വലിയ ഏണിങ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരുപാട് സമയം പോകുന്നു. ആ നേരം എനിക്ക് കണ്ണനെ നോക്കിയിരിക്കുകയാണെങ്കിൽ കണ്ണൻ നോക്കുന്നില്ല എന്നല്ലാട്ടെ ഞാൻ പറയുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ വീഡിയോയിലാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്നിട്ടാണ്, എഡിറ്റിംഗ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. ഇതിപ്പോൾ വെറുതെ നമ്മളെ സമയവും പോകുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമാണ് ക്യാമറ എടുത്ത് വെച്ച് എന്ത് ചെയ്യാനിരുന്നാലും അവന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഓരോ വിഷ്വൽസാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ക്യാമറയിലേക്കാണ് കേട്ടോ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എക്സസൈസ് ചെയ്യുമ്പോൾ മുഴുവൻ. അപ്പോൾ ആൾക്കൊരു ചിലർക്ക് പല കാര്യങ്ങളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു മോശമായ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ആളുകൾ നമ്മളെ നോക്കുമ്പോൾ അയ്യോ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. നമ്മളെപ്പോഴും ഒന്ന് മാറി നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ നല്ല വെൽ ഡ്രസ്ഡൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഏത് സഭയിലേക്ക് കയറി ചെല്ലാനും നമ്മൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ കണ്ണന് ഞാനിപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവൻ ഭയങ്കര കംഫർട്ടബിളാണ്. ആൾക്ക് അപ്പോൾ എന്തെങ്കിലും ചെയ്യാനായുള്ള ഒരു ഇൻട്രസ്റ്റൊക്കെ ആൾക്ക് കൂടും. ആ ക്യാമറ അവിടെ ഉണ്ട്, അതിൽ തന്നെ ചിലപ്പോൾ അമ്മ ചാനലിലൊക്കെ ഇടും. യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് അറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. മിക്കവരും കാണുമ്പോൾ കണ്ണൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് തന്നെ പറയുമ്പോൾ അവന് ഭയങ്കര ചിരി വയ്ക്കാം. അപ്പോൾ ആ ക്യാമറ ഇരിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ ആക്ടിവിറ്റീസുകൾ എന്തെങ്കിലുമൊക്കെ അതിൽ കാണാൻ വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് തന്നെ വേണം പറയാനായിട്ടല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ഗുഡ് ന്യൂസൊക്കെ ഉണ്ട് പറയാമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗുഡ് ന്യൂസ്. സത്യം പറഞ്ഞാൽ ചാനൽ നിർത്തിയാലോ, കണ്ണന് വയ്യ, വീഡിയോസൊന്നും ഇനി ഇടാൻ വയ്യ എന്നൊക്കെ നിൽക്കുന്ന അങ്ങനെയൊക്കെ നമുക്കിൻ്റെ മൈൻഡിൽ തോന്നുന്ന ഓരോ സമയത്താണ് നമ്മളെ തേടി ഇങ്ങനെ ഓരോ ആളുകളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളപ്പോൾ പുറകോട്ട് പോയത് പിന്നെ നമ്മൾ ആദ്യം എന്താ പറയുക ഭയങ്കര ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് വരാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളത്. അപ്പോൾ കണ്ണന് ഇന്നാൾ ഒരു വയ്യായ പോലെയൊക്കെയും പിന്നെ വീഡിയോസും അധികം കയറുന്നില്ല എന്നൊക്കെ. ഇപ്പം ഞാൻ വിചാരിച്ച് വേണ്ട, എനിക്ക് എൻ്റെ നെറ്റിപ്പട്ടവും കാര്യങ്ങളിലൊക്കെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, എന്തെങ്കിലും ഷോർട്സൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ മനോരമയിലെ റിപ്പോർട്ടർ
ഷഹന കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ആളുടെ പേര്. ആളെന്നെ കോൺടാക്ട് ചെയ്തു കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇൻസ്പിറേഷനായിട്ടുള്ള ലേഡീസിൻ്റെ സ്റ്റോറി ചെയ്യുന്നുണ്ട്, ഞങ്ങളിങ്ങനെ വീക്കിലേക്ക് അങ്ങനെ പ്രചോദന എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അതിൽ ഞങ്ങളിങ്ങനെ ഇൻസ്പിറേഷനായിട്ടുള്ള ലേഡീസിൻ്റെ സ്റ്റോറി ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്വാതിയുടെ കണ്ണൻ്റെയൊക്കെ സ്റ്റോറി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾ വന്നോട്ടെ, വന്ന് ഞങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞു. തലേദിവസമാണ് എന്നെ വിളിച്ച് പറയുന്നത്, പിറ്റേ ദിവസം വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നോ, കുഴപ്പമില്ല. കണ്ണനാണെങ്കിൽ ഇപ്പോൾ ആരും അങ്ങനെ എന്താ പറയുക, വിരുന്നുകാരും അങ്ങനെ വീട്ടിൽ നിന്ന് മാത്രം ആരെങ്കിലുമൊക്കെ വരുള്ളൂ. അപ്പോൾ അവൻ ആരെങ്കിലുമൊക്കെ കാണുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷം കണ്ടില്ല അവൻ കിടന്ന് കാണിക്കുന്നത്. അത് അവരുടെ ക്യാമറാമാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നെയാണ് നമ്മളെ വീക്കിലിയിലൊക്കെ, മനോരമ വീക്കിലിയിലൊക്കെ ന്യൂസ് വന്നത് നമ്മളുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞ ഡീറ്റെയിൽസ് അവർ വിളിച്ച് കളക്ട് ചെയ്യുക ചെയ്തത്. പക്ഷേ ഇവർ നേരിട്ട് വന്ന് അവർ തന്നെ അവരുടെ ക്യാമറയിൽ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് അവർ ഡീറ്റെയിൽസൊക്കെ നേരിട്ട് വന്ന് അറിഞ്ഞിട്ടാണ് അവർ സ്റ്റോറി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറാമാനൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ പിന്നെ പറയണം, ആ ചെക്കന് ഗമ്മയായിട്ടോ. ആളുടെ എല്ലാ എന്താ പറയുക ഉഷാർ കുറവും പോയി. ആൾ ഭയങ്കര ഹാപ്പി, ക്യാമറയിലല്ലേ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ അതിൻ്റെ തലേദിവസം ഞാൻ വിചാരിച്ചുള്ളൂ ഇനി ഞാൻ അങ്ങനെ വീഡിയോസൊന്നും അധികം ചെയ്യുന്നില്ല, യൂട്യൂബൊന്നും ഒരു കാര്യമില്ല, എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതായിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സും കിട്ടും, ഇത് വെറുതെ നമ്മളുടെ നേരം പോകാനായിട്ടുള്ളൊരു ഇത് അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ ഒരുപാട് പേര് അറിയുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നൊരു സംഭവത്തിൽ വന്നതിന് ശേഷം. അപ്പം ഞാൻ വിചാരിച്ചാൽ പോലും ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഈശ്വരൻ എന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും യാഥാർത്ഥ്യം. അപ്പം എനിക്കങ്ങനെ തോന്നി. പക്ഷേ അങ്ങനെ എനിക്കതൊന്നിപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് പോലും നന്ദികേടാണ്. കാരണം എന്നെ ഇപ്പോൾ 4 ആൾ അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കണ്ണനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന് ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നത് പോലും നന്ദികേടാണ് അല്ലേ. നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു കണ്ണനൊരു കുഞ്ഞിവിടെ ഉണ്ട്, അല്ലെങ്കിൽ എന്നെ സ്വാതി എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് ഒരാൾക്കും അറിയില്ലായിരുന്നു. നമ്മൾ ഒരു എന്താ പറയുക ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിലാണ് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയതും നിങ്ങളിലേക്ക് ഞാൻ കണ്ണനെ എത്തിച്ചു തന്നിട്ടുള്ളത്. എന്താ പറയുക, ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവനിപ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവനെ കാണിച്ചിട്ട് പിന്നെ ഞാനായിട്ടത് പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയുടെ അടുത്തൊന്നുമല്ല, ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള കുറേ അമ്മമാരോട് ഞാൻ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും അത്. അത്രയധികം അവനെ സ്നേഹിക്കുന്ന അമ്മമാർ കുറേ പേരെ എനിക്കറിയാം, നേരിട്ടും അല്ലാതെ എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. അപ്പോൾ ഞാനായിട്ട് വിചാരിച്ചാൽ പോലും ഈ ഒരു രംഗത്ത് നിന്ന് എന്നെ പുറകോട്ട് കൊണ്ടുപോകാനായിട്ട് ഈശ്വരൻ സമ്മതിക്കില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവർ വന്ന് ഈ ന്യൂസൊക്കെ ചെയ്തപ്പോൾ നമ്മളൊന്ന് തളരുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും കൂടെ കയറി വരും. ഞാനിപ്പോൾ ഒന്ന് ബാക്കിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണനിങ്ങനെ ചെറിയ ഒരു ക്ഷീണമാണെങ്കിലും ഒരു ഹെൽത്തി ആൾക്ക് ഓക്കെ അല്ല എന്നൊക്കെ ഉള്ളൊരിത് വന്നപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ആളുകളാണെങ്കിലും നമ്മളുടെ സെയിം ഫീൽഡിൽ നിൽക്കുന്നവർക്കാണെങ്കിലൊക്കെ നമ്മളുടെ അടുത്ത് നല്ല രീതിയിലൊരു അസൂയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരിക്കലും എൻ്റെ കണ്ണനെ ഏൽക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് പുറകോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഈശ്വരൻ പോലും അതിന് സമ്മതിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളുടെ ന്യൂസ് വന്നു, മനോരമ ന്യൂസ് പേപ്പറിൽ വന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ മനോരമ ന്യൂസ് ചാനലിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ തന്നെ കണ്ണൻ്റെ അമ്മയുടെ സ്റ്റോറി ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് മനോരമ നമ്മുടെ തൃശ്ശൂർ ഉള്ള നമ്മുടെ റിപ്പോർട്ടർ 2 പേരാണ് അവിടെ റിപ്പോർട്ടർമാരുള്ളതെന്ന് പറഞ്ഞത്. അപ്പം അതിലത്തെ ഒരു റിപ്പോർട്ടറാണ് നമ്മൾ വിളിച്ചത് കേട്ടോ, സാൻജോ ബേബി എന്നായിരുന്നു പേര്. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോസൊക്കെ എടുത്തു. നമ്മളെ സ്റ്റോറി ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ വന്നത്. ഒരു ഇൻസ്പിറേഷനായിട്ടിരിക്കുന്ന ഒരു അമ്മ മോൻ, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അമ്മ മോൻ എന്നുള്ളൊരു സ്റ്റോറി ചെയ്യാനായിട്ടാണ് അവർ വന്നത്. പക്ഷെ അത് വരുന്ന വഴിക്ക് വെച്ചാണ് അവർ അറിഞ്ഞത് പിറ്റേ ദിവസം വേൾഡ് ഹാപ്പിനെസ് ഡേ ആണ്. അപ്പോൾ നമ്മളുടെ കണ്ണെന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്, നമ്മൾ അവനെപ്പോഴും ഹാപ്പിയൊക്കെയാണ് വെക്കുന്നത്. ഇപ്പം ഞാൻ എത്ര ഡള്ളാണെങ്കിൽ പോലും ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, എൻ്റെ വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് ഹെൽത്തി ഞാൻ അത്ര വലിയ ഓക്കെ അല്ല, എൻ്റെ ഹെൽത്ത് അത്ര വലിയ ഓക്കെ അല്ല. എനിക്ക് ബ്രീത്തിങ്ങിന് ചെറിയ പ്രശ്നമുണ്ട്, സംസാരിക്കാനായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ബ്രേക്കായിട്ട് കട്ട് ചെയ്താണ് വോയിസ് ഇട്ട് തന്നെ പോകുന്നത്. അപ്പം ഞാൻ എത്ര ഓക്കെ അല്ലെങ്കിൽ പോലും ഞാൻ അവനെ ഓക്കെ ആക്കി വെക്കാൻ അല്ലെങ്കിൽ അവനെ
ഹാപ്പി ആക്കി വെക്കാനായിട്ട് എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഹാപ്പിനെസ് ഡേക്ക് ഇടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്റ്റോറിയായിട്ട് അവർക്ക് തോന്നിയത് കണ്ണൻ്റെ ചിരി മാത്രമാണ്. ആളെപ്പോഴും ഹാപ്പിയാണ്, ആൾ നമ്മൾ അതുപോലെയാണ് ഹാപ്പി ആക്കി വെക്കുന്നത്. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഡേക്ക് പറ്റിയൊരു സ്റ്റോറിയായിട്ട് അവർക്ക് തോന്നി. അപ്പോൾ അങ്ങനെ അവർ വന്നിട്ട് നമ്മൾ സ്റ്റോറിയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നന്ദി പറയാനുള്ളത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ടല്ലേ. മറ്റാരേക്കാളും എല്ലാ സബ്സ്ക്രൈബേഴ്സിനേക്കാളും എനിക്ക് പറയാൻ കുറേ അമ്മമാർക്ക് നമ്മളെ നല്ല കണ്ണൻകുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരോടൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഈശ്വരൻ പല പല കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് വിടുന്നത്. അതൊക്കെ നമ്മൾ പോലും അതിൽ നിന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഈശ്വരൻ നമ്മളെ അതൊക്കെ ചെയ്ത് തീർത്ത്, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് തീർത്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നമ്മളിങ്ങനെ എന്തോ സർക്കിൾ പോലെ അതിങ്ങനെ ചെയ്തു പോവും. അത് നമ്മൾ എത്ര മടി പിടിച്ചിരുന്നാലും നമ്മൾ ചെയ്യേണ്ട കുറേ കർത്തവ്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യമായിട്ട് ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പുറംകോട്ട് തന്നെ പോകണം എന്നൊക്കെ വിചാരിച്ച് മൈൻഡൊക്കെ ആകെ ഓക്കെ അല്ലാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ എനിക്കൊരു പ്രോത്സാഹനമാണ് കിട്ടുന്നത്. സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന വലിയൊരു പ്രോത്സാഹനമാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏതൊരുത്തം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര തോൽവിയാണെന്നൊക്കെ. എനിക്കറിയില്ല കേട്ടോ അദ്ദേഹം എന്തുദ്ദേശിച്ചാൽ പറഞ്ഞതെന്നുള്ളത്. പക്ഷേ എൻ്റെ മോൻ്റെ കാര്യത്തിലാണെങ്കിലും അവൻ എനിക്ക് തോൽവിയല്ല, ഞാനും ഒരു തോറ്റ് നിൽക്കുന്ന ആളായിട്ട് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ സന്തോഷത്തോടു കൂടെ തന്നെ പോവും. അപ്പോൾ കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ ഹെൽത്ത് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് എനിക്ക് ഈശ്വരനായിട്ട് തന്നെ ബ്രേക്ക് എടുക്കാനായിട്ടുള്ളൊരു തരാറുണ്ട്. ഇങ്ങനെ കുറേ വർക്ക് ചെയ്ത് വയ്യാണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വയ്യായി തരും. അത് പക്ഷേ ഈശ്വരൻ എനിക്ക് തരുന്നൊരു ബ്രേക്കായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഒന്ന് റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വയ്യായി തരും. അപ്പോൾ ഞാൻ എങ്ങനെ പോയാലും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഒന്ന് റെസ്റ്റ് ആവും, കിടപ്പിലാവും. അപ്പോൾ അത് ഈശ്വരനായിട്ട് തരുന്നതാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓടി ലാസ്റ്റ് ആകുമ്പോൾ ആകെ വീഴുന്നതിനേക്കാളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് ഈശ്വരനും തോന്നുന്നുണ്ടാവും. അങ്ങനെ നമ്മളുടെ ഇൻ്റർവ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. ന്യൂസ് പേപ്പറിലേക്കുള്ളതാണെങ്കിലും ന്യൂസ് ചാനലിലേക്കുള്ളതാണെങ്കിലും അടിപൊളിയായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ. കണ്ണൻകുട്ടിയാണെങ്കിൽ ഈ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിട്ടോ. ആൾക്ക് അങ്ങനെ ചിലവരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടമൊന്നാവില്ല, ആൾ ചിരിക്കുകയൊന്നുമില്ല, അവരെങ്ങനെയും പൊക്കോട്ടെ എന്നായിരിക്കും വിചാരിക്കുക. പക്ഷേ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷം.